മമതാ ബാനർജിക്ക് ജയിലിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കൽക്കത്തയിൽ കേസെടുത്തിരിക്കുന്നത്. മമതാ ബാനർജി നടത്തിയ വർഗീയ പരാമർശങ്ങളിലാണ് കേസ് വന്നിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ അങ്ങനെ വിട്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള കേസുകളല്ല. മമതാ ബാനർജി ജയിലിലേക്ക് പോയാൽ ഇനിയുള്ള അല്പമെങ്കിലും ചത്തു നിൽക്കുമേ ജീവിച്ചിരിക്കണമെന്ന് പറയുന്ന അവസ്ഥയിലാണ് TMC എങ്കിലും ഇനി മമതയുടെ രാഷ്ട്രീയ ഭാവി എന്താവും? തീർന്നില്ലേ സാർ? ഏതാണ്ട് സാറിൻ്റെ വിശദീകരണം. അല്ല, അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ മമതയ്ക്കെതിരെ കേസ് നിലനിൽക്കുന്ന കേസാണ്. കാരണം മമത പ്രസംഗിച്ചാണ് മുസ്ലിങ്ങൾ സംഘം ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്ക് നിലനിൽപ്പുണ്ടാകില്ല, അതുകൊണ്ട് അവർ ഓർത്തിരിക്കണം, നമുക്ക് വോട്ട് ചെയ്യണം എന്നാണ്. പ്രോ മുസ്ലിം സ്റ്റാൻഡ് എടുത്തിട്ട് ആ മുസ്ലിം സ്റ്റാൻഡിനെ പരസ്യമായിട്ട് അവർ പ്രസംഗിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് പ്രസംഗിച്ചതല്ല, അതിന് തെളിവുമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ശരിയാണ്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതര മതത്തിൽപ്പെട്ടവരെ അരിഞ്ഞു വീഴ്ത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാക്കിയാണ്, വിഭജനം സൃഷ്ടിക്കുകയാണ്. മമത സമൂഹത്തിൽ വിഭജനം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ഒരു വക്താവും പ്രയോക്താവുമായിട്ട് മാറാനാണ് മമത ശ്രമിച്ചത്. അതായിരുന്നു എളുപ്പമാർഗം എന്ന് മമതയ്ക്ക് അറിയാമായിരുന്നു. മമത അവരുടെ നേതാവായിട്ട് മാറാനാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത്. പക്ഷേ അതിൽ മമതയ്ക്ക് ഇത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ഒരു കൗണ്ടർ മൂവ് വരുമെന്ന് മമത പ്രതീക്ഷിച്ചില്ല. ഹിന്ദുക്കൾ മമതയുടെ കൂടെ സ്വാഭാവികമായിട്ട് അവർക്ക് വേറെ എങ്ങും പോകാനില്ല, നിൽക്കും. അപ്പോൾ ഈ മുസ്ലിങ്ങളും കൂടി വരും. അപ്പോൾ തങ്ങൾ ജയിച്ച് ആയുഷ്കാലം മുഴുവനും ആചന്ദ്രതാരം തനിക്ക് ഭരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് മമത ജീവിതം തള്ളി നീക്കുകയോ ഉന്തി നീക്കുകയോ ഒക്കെ ചെയ്തത്. അങ്ങനെ മമത പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കേസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നമാണ്. ഇപ്പം തന്നെ മമതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മമതയുടെ കൂടെ ആളില്ല, ജനങ്ങളില്ല. കാരണം മമതയ്ക്ക് പകരമായിട്ട് ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM വരെ വോട്ട് ചെയ്തു. CPM വോട്ട് ചെയ്തത് ബേബി പറയുന്ന രീതിയിൽ CPM ആളുകൾ പ്രതീക്ഷ വെച്ചിട്ടല്ല. മമതയുടെ സ്ഥാനാർത്ഥി പിന്മാറിക്കഴിഞ്ഞപ്പോൾ ആ 40,000 പേർക്ക് അവർക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. BJPക്ക് 1,20,000-ലേറെ പേര് വോട്ട് ചെയ്യുകയും കുറച്ച് പേര് 40,000 പേരോ മറ്റോ, കാരണം BJP വിരുദ്ധരായിട്ട് മമതയുടെ കൂടെ അവശേഷിച്ചിരുന്നവർ BJPക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തത് കാരണം ആർക്ക് വോട്ട് ചെയ്തു? CPM വോട്ട് ചെയ്തു. അത് CPM പാർട്ടിയുടെ വളർച്ചയായിട്ട് ബേബി പറയണമെന്നുണ്ടെങ്കിൽ അത് ബേബിക്കേ പറയാൻ പറ്റുള്ളൂ. ബേബി ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇത്തിരി കൂടിയൊക്കെ പ്രായം മൂർത്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കാരണം ബേബിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് മമത ചെയ്ത് ഇങ്ങനെ വന്ന സമയത്ത് ഇപ്പോൾ മമതയുടെ പാർട്ടി തകർന്നു പോയിട്ടുണ്ട് അവിടെ. അതാണ് പ്രശ്നം. മമതയുടെ പാർട്ടിയാണ് ഇല്ലാതെയായത്. എപ്രകാരമാണോ മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഇല്ലാതെയായിപ്പോയത് അതിനേക്കാൾ വേഗത്തിലാണ് മമതയുടെ പാർട്ടി ഇല്ലാതെയായി പോകുന്നത്. മമതയ്ക്ക് ഇപ്പോൾ തെരുവിൽ നിന്ന് സമരം നയിക്കാൻ ആളെ കിട്ടില്ല. മുമ്പ് മമത തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ കൽക്കട്ട മുഴുവൻ മമതയോടൊപ്പം വരുമായിരുന്നു. ഇപ്പോൾ ആളുകൾ വരില്ല. പിന്നെ മമതയ്ക്ക് വേണ്ടി ജയ് വിളിക്കാനും മമത മഹതിയാണെന്ന് പറയാനും അങ്ങനെ ആക്രോശിക്കാനും ഉള്ളവരുടെ എണ്ണവും താരതമ്യേന കുറഞ്ഞു പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് MLAമാരും MP മാരും കൂറുമാറുന്നത്. MLAമാർക്കും MP മാർക്കും അവരുടെ ആദർശം എന്നതിനേക്കാൾ ഉപരി എവിടെ നിന്നാലാണോ അവർക്ക് അടുത്ത പ്രാവശ്യം ജയിക്കണമല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം അവിടെ മമതയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പച്ച ഓടില്ല എന്നറിയാം. അതെ. അപ്പോൾ അത് കാരണം വിട്ടു. ഇന്നിപ്പോൾ ഞാൻ ലേറ്റസ്റ്റായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 MLAമാർ കൂടി മമതയുടെ ഭാഗത്തു നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ദയനീയമായൊരു തോൽവി ഒരു കക്ഷിക്കും വന്നിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന കക്ഷി പ്രതിപക്ഷത്ത് വന്നിരിക്കും. അതെ. ഇതിപ്പോൾ അങ്ങനെയല്ല. പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ വയ്യാത്ത വിധത്തിൽ മമതയുടെ കൂടെ ഇപ്പോൾ ആരുമില്ല. കുറച്ച് ഇപ്പോൾ 6 കൂടി പോയി കഴിഞ്ഞാൽ എത്രയാണ്? ആകെ 50 MLAമാരാണ്. അല്ല 60 എണ്ണം പോയി. 6 കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ 14 MLAമാരാണ്. ഈ 14 MLAമാരെ കൊണ്ടൊരു പ്രയോജനമില്ല. അവർക്ക് വേറെങ്ങും പോകാനില്ലാത്തവരാണ്, വേറെ പോക്കോടം ഇല്ലാത്തവരാണ് അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ 14 MLAമാരെ വെച്ചുകൊണ്ട് മമതയ്ക്ക് അതുപോലെ 288 സീറ്റുള്ള ഒരു സ്ഥലത്ത് 14 MLAമാരെ വെച്ചുകൊണ്ട് മമതയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മമത പൊളിറ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിപ്പോയി ബംഗാളിൽ. അങ്ങനെ പൊളിറ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയി തീർന്ന മമതയ്ക്കെതിരെയാണ് ഇപ്പോൾ ഈ ക്രിമിനൽ കേസുകൾ വരുന്നത്.
ക്രിമിനൽ കേസുകൾ ആൾബലം കൊണ്ട് നേരിട്ടാണ് മമത നിലനിന്നിരുന്നത്. ഈ പ്രാവശ്യം അത് പറ്റില്ല. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ക്രിമിനൽ കേസ് വരുമ്പോൾ മമത എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആളുകളെ രംഗത്തിറക്കിയിട്ട് ഇതിനെ മുഴുവനും നേരിടും. അപ്പോൾ എൻ്റെ കൂടെ ആളുകളുണ്ട്, ഞാനാണ് അതിൻ്റെ കക്ഷി എന്ന് പറഞ്ഞിട്ട് ആൾബലം വെച്ചുകൊണ്ട് നേരിട്ട് നിലനിൽക്കുകയാണ് അത് ചെയ്യുന്നത്. ഇപ്പം അത് പറ്റില്ല. ഇപ്പോൾ മമതയ്ക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആളെ ഉണ്ടാക്കേണ്ടി വരുന്നു. പിന്നെ പ്രായവും ഒരു ഘടകമാണ്. മമതയ്ക്ക് പണ്ട് ഇപ്പം മുമ്പ് മമത ചെറുപ്പമായിരുന്നു, മമതയ്ക്ക് എനർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനർജിയുടെ പ്രശ്നമുണ്ട്. തോൽവി മാത്രമല്ല, മമതയുടെ ആരോഗ്യവും ഒരു പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധിയെ വരെ പോയി കെട്ടിപ്പിടിച്ചിട്ട് അഭയം തരണം എന്ന് അഭ്യർത്ഥിക്കേണ്ടി വന്നില്ലേ. എന്തൊരു ദയനീയമാണ്. മമതയാണെങ്കിൽ അഹങ്കാരം കൊണ്ട് ഒരുപാട് പേരെ ശത്രുവാക്കിയിട്ടുണ്ട്. അതെ, അഹങ്കാരം കൊണ്ടാണ് മമത എന്നും നിലനിൽക്കുന്നത്. താൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ പോകും എന്നുള്ളതാണ്. വാജ്പേയിയുടെ കൂടെ മമത റെയിൽവേ മന്ത്രിയായിരുന്നു, അത് ടച്ചും പോയി. അതിന് പോകാനൊരു കാരണമൊന്നുമില്ല. പക്ഷെ മമത അങ്ങോട്ട് പോകും. കാരണം താൻ വലിയ കക്ഷിയാണ്, താൻ പറയുന്നതാണ് നടക്കുക. താൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കക്ഷി താനായിരിക്കുമെന്നാണ്. ബംഗാളിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മമത ആദ്യം പറഞ്ഞെന്താണ്? ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായിട്ട് ഞാൻ വരുമെന്നാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവാക്കി ഈ ആളില്ലാത്ത മമതയെ വെക്കണമെന്ന് അവരും ആലോചിക്കില്ലേ? അപ്പം മമതയെ നേതാവാക്കി വെച്ചുകൊണ്ട് കോൺഗ്രസ് അതിൽ കക്ഷിയായിട്ടിരിക്കുക ഇല്ലല്ലോ. മമതയെ നേതാവാക്കി വെച്ചുകൊണ്ട് മമത എൻ്റെയും നേതാവായിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് SP യാദവ് ഇരിക്കുമോ? ഇല്ല. അഖിലേഷ് യാദവ് ഇരിക്കില്ലല്ലോ. അപ്പോൾ മമത ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മമത ആഗ്രഹിക്കുന്ന രീതിയിൽ അത് നടക്കണം എന്നില്ല. മമതക്ക് ആഗ്രഹിക്കാവുന്നതാണ്, പക്ഷേ മമതയുടെ ആഗ്രഹം പോലെ ഇത് നടക്കില്ല. കാരണം ഈ മുൻപ് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരികയും അത് കഴിഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയെ തെരുവിൽ നേരിടുകയും 90കളിലാണത് തെരുവിൽ നേരിടുകയും ആ തെരുവിൽ നേരിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള സമരം നയിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും മുടിച്ച് അധികാരത്തിൽ വരികയും ചെയ്ത ആ മമത ഇന്നില്ല. ആ മമതയോട് ബംഗാളികൾക്ക് മമതയുമില്ല. പിന്നെ ഇന്നിപ്പോൾ ഉള്ളത് അഭിഷേക് ബാനർജിയെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അഭിഷേക് ബാനർജി ഒരു ഫ്രോഡാണ്. മമത രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മമതയ്ക്കുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മമതയ്ക്ക് വലിയ ആദർശത്തിൻ്റെ പരിവേഷം ഉണ്ടായിരുന്നു. മമത യൂത്ത് കോൺഗ്രസ്സിലുണ്ടായ കാലമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മമത യൂത്ത് കോൺഗ്രസ്സിലുണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും താരത്തിളക്കമുള്ള നേതാക്കളിൽ ഒരാളാണ് മമത. കോട്ടൺ സാരി ഉടുത്ത് ആർഭാടമില്ലാതെ മേക്കപ്പ് ഇല്ലാതെ കോൺഗ്രസ്സിലെയും യൂത്ത് കോൺഗ്രസ്സിലെയും നേതാക്കളായ സ്ത്രീകൾ ഫുൾ മേക്കപ്പിൽ വലിയ വില കൂടിയ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന സമയത്ത് ഈ ക്യൂടെക്സ് ഇട്ട ഇതും ഒക്കെ ഇതും ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടും പിന്നെ തേർച്ച് വെച്ച് മേക്കപ്പ് ഇട്ട മുഖവുമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് അതൊന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച മമതയ്ക്ക് ഒരു വലിയ ആദരവും അംഗീകാരവും ഉണ്ടായിരുന്നു. ആ മമത ഇന്നില്ല. അത് അഭിഷേക് ബാനർജിയെ കൊണ്ടുവരുന്നതോടുകൂടിയും ഇത്രയേറെ അഴിമതികൾ നടന്നേക്കുള്ള ഒരു സർക്കാർ വേറെയില്ല. ഇനി ആ അഴിമതി കേസുകളിലൊക്കെ മമത പ്രതിയാക്കപ്പെടും. ശാരദ ചിറ്റ് ഫണ്ട് മാത്രമല്ല, മറ്റെന്താണ് അതിൻ്റെ പേരിൽ പാർത്ഥ ചാറ്റർജി. എത്ര എണ്ണം കിടക്കുന്നു, എത്ര എണ്ണം സ്കാം ആഫ്റ്റർ സ്കാം, ഒരു ഡസനിലേറെയുണ്ട്. ഇതിനകത്ത് പലതിലും മമത പ്രതിയാക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് മമതയ്ക്ക് ഇനി ഒരു കംബാക്ക് ഈസ് നോട്ട് പോസിബിൾ.